ഹായ് ഫ്രണ്ട്സ്, നാളെ ജൂൺ 2 നമ്മുടെ സ്റ്റേറ്റിൻ്റെ എല്ലാ സ്കൂളുകളും തുറക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ 2 മാസത്തെ സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞു മക്കളുകളും എല്ലാ മക്കളുകളും നാളെ സ്കൂളിലേക്ക് കാല് വയ്ക്കുന്നൊരു ദിവസമാണ്. ഇപ്പോൾ 2 മാസമൊക്കെ എങ്ങനെ കഴിഞ്ഞെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. 2 മാസം കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവരും ഇതിൻ്റെ തിരക്കായിരിക്കുമല്ലോ. ഇനി ബുക്ക് പൊതിയണം, ബുക്കുകൾ വാങ്ങിക്കാനുള്ളതായിരിക്കും, ഫീസ് അടയ്ക്കണം, അങ്ങനെ 100,000 തിരക്കുകളായിരിക്കും. അപ്പം നമുക്കും അതുപോലെ തന്നെ ഫീസൊക്കെ നേരത്തെ അടച്ചു. പക്ഷേ ടെക്സ്റ്റ് കിട്ടാൻ കുറച്ച് ലേറ്റായി. പുതിയ ഒരു ഇതായതുകൊണ്ട് സിലബസൊക്കെ മാറുന്നതുകൊണ്ട് നമുക്ക് ലേറ്റായി. അപ്പം ഞങ്ങൾക്ക് ഒരാഴ്ച മുന്നെയാണ് ബുക്കൊക്കെ കിട്ടിയത്. അപ്പം ബുക്കൊക്കെ ചേട്ടൻ പൊതിയാണ്. അപ്പോൾ എല്ലാ വർഷവും അതാണ് പതിവ്, ചേട്ടനാണ് പൊതിയുന്നത്, എങ്കിലേ അവർക്കും തൃപ്തിയാവുള്ളൂ. അപ്പോൾ ബുക്കുകളൊക്കെ പൊതിഞ്ഞ് അങ്ങനെ വെക്കുന്നതാണ്. അപ്പോൾ എല്ലാ വീടുകളിലും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥയെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും നാളെ സ്കൂളിൽ പോകാനായിട്ട് എല്ലാവരും റെഡി ആയിരിക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഇവന് ഒരു വ്യത്യാസമുണ്ട്. ഇവന് മെയ് 20th തന്നെ സ്കൂളൊക്കെ ഓപ്പൺ ചെയ്തു. കാരണം എന്ന് വെച്ചാൽ അവിടെ ട്രാഫിക് പ്രോബ്ലമൊക്കെ വരുന്നതുകൊണ്ട് നേരത്തെ തന്നെ ഒക്കെ സ്കൂൾ തുറന്നു. ഇവൻ പഠിക്കുന്നത് നമ്മുടെ തിരുവല്ലം ക്രൈസ്റ്റ് സ്കൂളിലാണ്. അപ്പോൾ LKG മുതൽ അവിടെയാണ്. മൂത്ത ആളും അങ്ങനെ തന്നെ LKG മുതൽ +2 വരെ അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവ ഇറങ്ങി ഇപ്പോൾ കോളേജിലോട്ട് പഠിക്കുന്നത്. അപ്പം പിറ്റേ ദിവസം പിന്നെ ഇറങ്ങുന്ന ഒരു തയ്യാറെടുപ്പാണ് കാണുന്നത്. അപ്പം ലഞ്ചിന് ഞാനിപ്പോൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊടുത്തു വിടാറ്. അപ്പം അത് തിരിച്ച് വന്നിട്ടാണ് അവിടെ ചോറൊക്കെ കഴിക്കുന്നത്. അപ്പം അവർക്ക് 2 മണിക്ക് വിടും. അപ്പം 7:45 ഒക്കെയാണ് ഫസ്റ്റ് ബെല്ല്. ഇപ്പോൾ 7 ആവാൻ പോകുന്നു. അപ്പോൾ എങ്കിലേ സമയത്ത് എത്തുള്ളൂ. അപ്പം 7:45 അവർക്ക് ഫസ്റ്റ് ബെല്ലാണ്. അപ്പോൾ ചേട്ടൻ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ചേട്ടൻ കൊണ്ടുപോയി വിടുകയാണ്. അപ്പോൾ തിരിച്ച് വണ്ടിയിൽ വരാൻ പറഞ്ഞു. അപ്പം എന്നിട്ട് ചേട്ടൻ കമ്പനിയിലും പോകും. അപ്പോൾ ഇവർ ഇറങ്ങുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം ഇവർ സ്കൂളിലോട്ട് തിരിക്കുകയാണ്. അപ്പം നാളെ ഇതുപോലെ തന്നെ നാളെ എല്ലാ മക്കളും നാളെ സ്കൂളിലോട്ട് കൊണ്ടുവിടുകയൊക്കെ ആയിരിക്കും എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ ഒരു പ്രോസ്പെറിറ്റി ആയിട്ടുള്ള ഒരു അക്കാഡമിക് ഇയർ ആകട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. എല്ലാ മക്കളും നന്നായി പഠിച്ച് സക്സസ്സായി ഈ സൊസൈറ്റിയിലെ മോസ്റ്റ് വാല്യുബിൾ പേഴ്സൺസ് ആയിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുമാത്രമല്ല, നന്നായിട്ട് പഠിച്ച് എല്ലാ മക്കൾക്കും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ അവരെ കൈപ്പിടിയിൽ ഒതുക്കി അത്ര ഉയരങ്ങളിൽ എത്താൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഗോ ടു യുവർ ക്ലാസ്സസ്. മോനിപ്പം ക്ലാസ് കഴിഞ്ഞ് വരുന്നതാണ്. 2:45 3 മണിയാവും ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ബ്രൈറ്റായിട്ടുള്ളൊരു അക്കാഡമിക് ഇയർ ആയിട്ട് എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.